ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ചിയാൻ വിക്രമിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റ് അവർ വിട്ടിട്ടുണ്ട്. ചിയാൻ 63 എന്നാണ് ടെമ്പററി ടൈറ്റില്. അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലെയിം എന്ന പോലെ ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവെക്കാം. വാ. சமயக்காரண்டா ஆனால் அசால்ட் வேணும். ஆளு பெரிய சம்பவ பை. ടി.ജി. ത്യാഗരാജൻ പ്രസൻ உள்ள வந்துட்டோம்ல, எது வந்தாலும் நாம பார்த்து അർജുൻ ത്യാഗരാജൻ லாக்கா போயிட்டு வரோம். பெரிய டீம் வந்துக்கிறோம். கூலாக உட்காந்துக்கிறான் பார்த்தியா. ஜாலியாக கொளுத்தி போடனா. സന്തോഷ് നാരായണ മ്യൂസിക്. ആനന്ദ് ശങ്കർ പടം. ഇരുമുഖൻ ഡയറക്ടറാണ് ആനന്ദ് ശങ്കർ. BGM ഇടലം പ്രൈമേട്ട റീഎൻട്രി ചിയാൻ 63. ഇപ്പോഴും ആ ഓറ ഉണ്ട്. കുക്കിംഗ് സ്റ്റാർട്ട്സ് നൗ. കുക്കിംഗ് വാവ്. ഫസ്റ്റ് ഫ്ലെയിം എന്ന ഒരു ടീസർ റിലീസ് ചെയ്തിട്ട് ചിയാൻ 63യുടെ വിക്രമിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ്. അപ്പൊ ഇതിലെ സംവിധായകൻ നിങ്ങൾക്കറിയാം, വിക്രമിന്റെ തന്നെ സിനിമയായ ഇരുമുഖൻ നിങ്ങൾക്കറിയാം. ലവ് ആ ഒരു സ്പിരിറ്റ് അടിച്ച് ആ ഒരു 5 minutes ഉള്ള ആ ഒരു ഇരുമുഖൻ സിനിമയുടെ ഡയറക്ടറാണ് ആനന്ദ് ശങ്കർ. പുള്ളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. വെറൈറ്റിക്ക് സന്തോഷ് നാരായണൻ മ്യൂസിക് കൊണ്ടുണ്ട്. ഈ ഫസ്റ്റ് ടീസറിലെ തന്നെ ആ ഒരു മ്യൂസിക് എന്നെ കത്തിച്ചിട്ടുണ്ട്. കേൾക്കാനും ആ സന്തോഷ് നാരായണൻ ഒരു പണ്ണൽ തന്നെയാണ്. ആ ഒരു വോയിസും ആ ഒരു മ്യൂസിക്കും എല്ലാം ചേർന്ന് ആ ഒരു കിടിലൻ BGM തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലെയിമിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ചിയാന്റെ ഓറയും വേറെ ലെവലായിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു മേക്കിംഗ് വൈസ് ഒരു കിടിലൻ പടമാവാനാണ് സാധ്യത കൂടുതൽ. അവർ കാരണം കുക്കിംഗ് സ്റ്റാർട്ട്സ് നൗ എന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ കണ്ട ഈ ഫസ്റ്റ് ഫ്ലെയിമിൽ തന്നെ ഇജാതി ക്വാളിറ്റി ഉണ്ട്. ഒരു ഗ്രേ ഷെയ്ഡ് കണ്ടന്റ്, ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മാസ് ഗാങ്സ്റ്റർ പോലത്തെ ഒരു പടം വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ബട്ട് എന്നിരുന്നാലും ചിയാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉള്ളത് പറഞ്ഞ ചിയാൻ ഒരു ഫീൽഡ് ഔട്ടിന്റെ വക്കീലാണ്. സിനിമകളൊന്നും ഹിറ്റാകുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു സിനിമകളും കാര്യങ്ങളും വരുന്നില്ല. പ്രോപ്പർ സപ്പോർട്ടിങ് കാര്യങ്ങളും ചെയ്യാൻ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇല്ല. കാരണം പടങ്ങളില്ല. ഇപ്പൊ ലാസ്റ്റ് തന്നെ ഈ വീരാധീര സൂര്യൻ റിലീസ് ചെയ്തു. അതുപോലെ ചിത്ത സിനിമ റിലീസ് ചെയ്ത ഡയറക്ടറിന്റെ സിനിമയാണ്. ബട്ട് എന്നിരുന്നാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഇൻട്രസ്റ്റഡ് ആയി കൊള്ളാം ചോദിച്ചാൽ ഇല്ല. ആ ഒരു വീരാസൂരൻ എന്നാണ് ആ സിനിമയുടെ പേര്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ ആ സിനിമയിൽ സുരാജ് ഉണ്ട്, പിന്നെ SJ സൂര്യ ഉണ്ട്. എല്ലാവരുടെയും ആക്ടിംഗ് വൈസ് എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ ആയിരുന്നെങ്കിലും സ്റ്റോറി വൈസ് ചില പാകപ്പിഴകൾ ഉണ്ടായിരുന്നു എന്നുള്ള പല മിക്സ്ഡ് ഒപ്പീനിയൻസും ഉണ്ട്. അത് തിയേറ്ററിലും ബോക്സ് ഓഫീസിലും വലിയ ഹിറ്റും കാര്യങ്ങളും ആയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ചിയാൻ ഇപ്പോൾ ഏറ്റവും ഒരു പ്രോപ്പർ കംബാക്ക്, ഒരു വൈസ് കംബാക്ക് ഇതുവരെ തൽക്കാലത്തേക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ചിയാൻ 63യിലൂടെ കിട്ടട്ടെ. എന്തായാലും ഈ സിനിമ, ഈ ഒരു ആനന്ദ് ശങ്കർ നിങ്ങളുടെ ഇരുമുഖനൊക്കെ നല്ല രീതിക്ക് ആനന്ദ് ശങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല രീതിക്ക് തന്നെ വരട്ടെ. ആ ഒരു സിനിമ ഒരു പ്രോപ്പറായിട്ട് ഒരു കംബാക്ക് സാധനം, ഒരു മാസ് ഗാങ്സ്റ്റർ ഏത് ജോണറായാലും ശരി, ഒരു കംബാക്ക് സാധനം തന്നെ ഇരുമുഖൻ ഡയറക്ടർ ആനന്ദ് ശങ്കർ ചിയാൻ വിക്രമിന് നൽകട്ടെ. ആ ഒരു ഫസ്റ്റ് ഫ്ലെയിം എന്തായാലും കിടുക്കിയിട്ടുണ്ട്.